അല്പം മുമ്പ് പൊടുന്നനവെ മുറിഞ്ഞു വീണ മഴയിൽ മുറ്റത്ത് അവിടവിടെ തളം കെട്ടിക്കിടക്കുന്ന വെള്ളം. ഊക്കിൽ ചവിട്ടുമ്പോൾ തെറിക്കുന്ന വെള്ളത്തിൻ്റെ പോളകളിൽ കാലടിച്ച് ശബ്ദമുണ്ടാക്കി ആർത്തുകളിക്കുന്ന ആൺകുട്ടികൾ. അപ്പുറത്ത് നനഞ്ഞ മണലിൽ കള്ളികൾ കോറി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന പെൺകുട്ടികൾ. അവൾ കുട്ടികളുടെ കളിയും നോക്കി ഇരുന്നു. വിശപ്പടങ്ങിയ ആമോദത്തിലാണ് കുട്ടികൾ. അടുപ്പിൽ നിന്ന് വാരി വെള്ളം കുടഞ്ഞിട്ട് പുറത്തേക്കിട്ട വിറകിൻ്റെ മുട്ടികളിൽ പുകപ്പറ്റ അടങ്ങിയിരിക്കുന്നു. മുറ്റത്ത് കൊടിയുയർത്താൻ നാട്ടിയ കാലിനു മുകളിൽ ചാരൽ മഴയ്ക്ക് ശേഷം വന്ന വെയിലിൻ്റെ നേർത്ത നാളങ്ങളിൽ ചിറക് മിനുക്കുന്ന കാക്ക. അറ്റം കരിഞ്ഞ വിറകുകൊള്ളികൾ പെറുക്കി അട്ടിയാക്കി വെച്ചു. ബാക്കി വന്ന ചകിരികൾ കൂട്ടിയിട്ട് മുകളിൽ അരിച്ചാക്കുകൾ 2 എണ്ണം ചേർത്ത് മൂടിയിട്ടു. എന്നാലും രാവിലെ വന്ന് തീ പിടിപ്പിക്കുമ്പോൾ ശീതക്കാറ്റേറ്റ് വിറകും ചകിരിയും തണുത്തിരിക്കും. പിന്നെ മണ്ണെണ്ണയൊഴിച്ച് അല്പമൊന്ന് ആളി കത്തിച്ചാലേ തീ പിടിക്കൂ. പുകഞ്ഞ് പുകഞ്ഞ് അങ്ങനെ കഞ്ഞിപ്പുരയ്ക്ക് ചുറ്റും മറകെട്ടി നന്നാക്കാമെന്ന് പറഞ്ഞിരുന്ന കാര്യം അവൾ ഓർത്തു. എങ്കിൽ തീ പിടിപ്പിക്കാൻ ഇത്രയും പ്രയാസമുണ്ടാവില്ലായിരുന്നു. ഇന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണമെന്ന് അവൾ മനസ്സിൽ കുറിച്ചിട്ടു. അതിനു പറ്റിയ ദിവസവും ഇന്നാണ്. രാവിലെ മാഷ് വന്ന് പറയുകയും ചെയ്തു, പണി കഴിഞ്ഞാൽ നേരെ പോയി കളയരുത്, ഓഫീസിൽ വന്നിട്ടേ പോകാവൂ. ഞാൻ ഉച്ചകഴിഞ്ഞ് വരും. കുട്ടികൾ കഞ്ഞിക്കു വേണ്ടി വരി നിൽക്കുമ്പോഴാണ് ബാഗും തൂക്കി ഹെഡ് മാസ്റ്റർ പടി കടന്നു വന്നത്. കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്ന ലക്ഷ്മി ടീച്ചർ വാസുമാഷോട് പറയുന്നത് കേട്ടു. ഓ, മൂപ്പര് നേരത്തെ എത്തിയല്ലോ. ഇനി ശമ്പളം കിട്ടാതെയോ മറ്റോ ആണോ ആവോ. ശമ്പളം വാങ്ങിക്കാനാണ് പോയിട്ടുണ്ടാവുക എന്ന കാര്യം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. കിട്ടാതെ വരുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുകയായിരുന്നു അവൾ. കിട്ടാതിരിക്കാനെന്താ മാഷേ, ഇങ്ങക്ക് മാസം കൂടുമ്പോൾ കാശ് തരണമെന്ന് അവർക്കറിഞ്ഞൂടെ? അത് കേട്ടപ്പോൾ മാഷ് ചിരിച്ചു. അറിയാഞ്ഞിട്ടല്ല നഫീസു താത്ത, അതിനൊക്കെ ഓരോരോ കടമ്പകളുണ്ട്. നേരത്തിന് തരാതിരിക്കാനെന്താ വഴിയെന്നാവും അവർ നോക്കുന്നത്. അവരാരാണെന്ന് പക്ഷേ നഫീസക്ക് മനസ്സിലായില്ല. കേട്ടപ്പോൾ എന്തായാലും മനസ്സിൽ ദേഷ്യം തോന്നുകയാണുണ്ടായത്. 1 മാസം ജോലി ചെയ്ത ശേഷം പിന്നെയും ബുദ്ധിമുട്ടിക്കുന്നത് ആരായാലും ശരിയല്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ബെല്ലടിച്ചു. മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ കൂട്ടത്തോടെ വരാന്തയിലേക്ക് ഓടാൻ തുടങ്ങിയപ്പോൾ അവൾ എഴുന്നേറ്റു. വലിച്ചു ചീന്തിയ ചകിരിയുടെ തുപ്പുകൾ ചേർത്ത് ചെമ്പ് കഴുകിയെടുത്തു. പുറം കഴുകുമ്പോൾ കരിയുടെ പാടുകൾ വെള്ളത്തോടൊപ്പം ഒഴുകി വെളുത്ത മണലിൽ കറുപ്പിൻ്റെ പാടയായി പടർന്നു. കഴുകി വെച്ച വലിയ ചെമ്പ് നിവർത്തി വെച്ച് അതിൽ ചെറിയ ചെമ്പും ബക്കറ്റുകളും അടുക്കി വെച്ചു. എല്ലാം ഒന്നിനുള്ളിൽ മറ്റൊന്നായി അമർന്നിരുന്നു. ഇടയിൽ ചട്ടകവും കൈലുകളും തിരികെ വെച്ചു. എല്ലാം വലിയ കുട്ടികളെ വിളിച്ച് മാഷ് തന്നെ ഓഫീസ് റൂമിൽ വെപ്പിക്കുകയാണ് പതിവ്. ചൂലെടുത്ത് അടുക്കളയിൽ പാറിക്കിടക്കുന്ന വെണ്ണീറും വിറകിൻ്റെ അറ്റത്തു നിന്ന് അടർന്നു വീണ കരിക്കട്ടകളും അടിച്ചുവാരി ഒരിടത്ത് കൂട്ടിവെച്ചു. മാഷുമാർ ഒപ്പിട്ട് പട്ടികയുമായി വരാന്തയിലൂടെ പോകുന്നത് കണ്ടു. അവരിൽ പലരും നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു. എല്ലാവരും പോയെന്ന് ഉറപ്പ് വന്നപ്പോൾ അവൾ ഓഫീസ് റൂമിൽ ചെന്നു. മാഷ് വിളിച്ചത്. എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തലയുയർത്തി മാഷ് പറഞ്ഞു, ആ വരീം. പിന്നെ എന്തോ ഓർത്തു നോക്കിയിട്ട് പുസ്തകങ്ങൾ മറിച്ചു പരതി. എണ്ണി നോക്കിയ ശേഷം പറഞ്ഞു, കഴിഞ്ഞ മാസം ആകെ 21 ദിവസം നമ്മൾ കഞ്ഞി കൊടുത്തു അല്ലേ? ചോദ്യം അവളുടെ നേരെ വന്നപ്പോൾ അവൾ വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. അവൾക്ക് ദിവസങ്ങളുടെ കൃത്യമായ കണക്കുകളില്ലായിരുന്നു. പിന്നെ ചുരുട്ടിയ പുത്തൻ നോട്ടുകൾ അവളുടെ നേരെ നീട്ടി മാഷു പറഞ്ഞു. ദാ. അവൾ കൈനീട്ടി നോട്ടുകൾ വാങ്ങി. എണ്ണി നോക്കാൻ നിൽക്കാതെ മടിക്കുത്തിൽ തിരികെ വരാന്തയിലൂടെ നടന്നു. കുട്ടികൾ വട്ടമിട്ടിരുന്ന് കഞ്ഞി കുടിച്ചെടുത്ത് വറ്റുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ചമ്മന്തി പൊതിഞ്ഞു കൊണ്ടുവന്ന ഇലച്ചീന്തുകളും അച്ചാറുകളുടെ പ്ലാസ്റ്റിക് പാക്കറ്റുകളും അവിടെ തന്നെ ഇട്ട് കുട്ടികൾ പോയി കളഞ്ഞിരുന്നു. കഞ്ഞി കൊടുക്കുമ്പോഴെല്ലാം മാസ്റ്റർമാർ ഉറക്കെ വിളിച്ചു പറയാറുള്ളതാണ് വറ്റുകൾ പെറുക്കി കളയാൻ. എന്നിട്ടും കുട്ടികളിൽ പലരും അതേപടി എഴുന്നേറ്റ് പോയിരിക്കുന്നു. എന്നാലും മുതിർന്ന കുട്ടികൾ തന്നെ ചൂലെടുത്ത് ഉച്ചയോടെ കോലായ അടിച്ചു വാരുമായിരുന്നു. ഇന്നെന്തോ പക്ഷേ മറന്നുപോയതാവണം, അല്ലെങ്കിൽ ടീച്ചർമാരെങ്കിലും അവരോട് ഓർമ്മപ്പെടുത്താൻ വിട്ടതാവാം. അവൾ തിരിച്ച് വന്ന് ചൂലെടുത്ത് എല്ലാം അടിച്ചു വൃത്തിയാക്കി. വറ്റുകൾ ചവിട്ടി തറയിൽ പലയിടത്തും ഉറച്ചു പറ്റിക്കഴിഞ്ഞിരുന്നു. കഞ്ഞിപ്പുരം ഒന്ന് ചുറ്റും മറക്കണം. ശീതമടിച്ച് വിറകെല്ലാം നനയുന്നു. ആ, അടുത്ത ദിവസം തന്നെ നമുക്ക് ചെയ്യാം. പറ്റിയ ഒരാളെ കിട്ടിയാൽ നിങ്ങൾ തന്നെ വിളിച്ചോളി. ഗേറ്റ് കടക്കുമ്പോൾ മടിക്കുത്തിൽ നിന്ന് ചുരുട്ടിയ നോട്ടുകൾ നിവർത്തി എണ്ണി നോക്കി. 350 രൂപയുണ്ട്. സഹീറക്ക് ഒരു പാവാടയും കുപ്പായത്തിന് തുണിയും വാങ്ങിക്കണം. അവളുടെ ഉടുപ്പുകൾ പറ്റേ കീറാറായിരിക്കുന്നു.
എന്നാലും അവൾക്ക് പരാതിയുണ്ടാകില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൾക്ക് തൻ്റെ കൂട്ടുകാരികളെപ്പോലെ നടക്കണമെന്ന് മോഹമില്ലാഞ്ഞാവില്ല. ആവശ്യമുള്ള കാര്യങ്ങളും തുറന്നു പറയാൻ അവൾക്കെപ്പോഴും മടിയായിരുന്നു. മജീദ് പക്ഷേ അങ്ങനെയല്ല. ആവശ്യമുള്ളത് കിട്ടുന്നതുവരെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു വരുമാനമെങ്കിലും ആയതുകൊണ്ട് അവൻ്റെ ആ ആവശ്യങ്ങൾ മുട്ടില്ലാതെ നടത്താനാവുമല്ലോ എന്നവൾ തെല്ലൊരു ആശ്വാസത്തോടെ ഓർത്തു. ഇക്കൊല്ലം കൂടി കഴിഞ്ഞാൽ അവൻ്റെ പഠിത്തം തീരുമല്ലോ, എല്ലാറ്റിനും പഠിച്ചോനൊരു വഴി കാണുമല്ലോ എന്ന ചിന്ത അവളുടെ മനസ്സിൽ ഒരു കനിവായി നിറഞ്ഞു. കഴിഞ്ഞ മാസത്തിൽ ഒരു ദിവസം സ്കൂൾ വിട്ടു വന്നപ്പോൾ അല്പമൊരു സങ്കോചത്തോടെ മകൾ പറഞ്ഞു, ഉമ്മ, നിങ്ങളോട് മാഷൊന്ന് സ്കൂളിൽ വരെ ചെല്ലാൻ പറഞ്ഞിരിക്കണ്. കേട്ടപ്പോൾ എന്തിനാവുമെന്ന ചിന്തയ്ക്ക് ഉത്തരമേകാൻ പക്ഷേ മകൾക്കായില്ല. എന്തിനാടി മാഷ് എന്നോട് ചെല്ലാൻ പറയണ്? എനിക്കറിയില്ല. പിന്നെ കുറേ നേരം ഓർത്ത് അവൾ പറഞ്ഞു, ഉമ്മ, സ്കൂളിൽ വരുന്ന ആഴ്ച ഒരു കഥാപ്രസംഗമുണ്ട്. അതിനെല്ലാവരോടും ഓരോ ഉറുപ്പിക കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഞാൻ കൊടുത്തിട്ടില്ല. അതിനെപ്പറ്റി ചോദിക്കാനാവും. പറയുമ്പോൾ അവൾക്ക് പക്ഷേ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പം വേറെ എന്തിനെങ്കിലും ആവും. അനക്ക് പറഞ്ഞൂടായിരുന്നോ? ചോദിച്ച ഉമ്മ തരൂലേ? അവൾ അങ്ങനെയാണ്. സ്വന്തം ആവശ്യം പോലും പലപ്പോഴും അവൾ മൂടിവെക്കുന്നത് അറിയായികയല്ല. 7ാം ക്ലാസ്സിൽ അവളോടൊത്ത് പോകുന്ന കുട്ടികൾ അവളെക്കാളൊക്കെ നല്ല നിലയിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ കൂട്ടത്തിൽ അവരെപ്പോലെ നടക്കണമെന്ന ചിന്തയൊന്നും അവൾക്ക് തോന്നിയിട്ടില്ല. മജീദിന് എന്താവശ്യമുണ്ടായാലും അവൻ പറയും. എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്തെങ്കിലേ അവന് തൃപ്തിയാവൂ. ആൺകുട്ടികളല്ലേ, മറ്റുള്ള കുട്ടികളുടെ കൂടെ നടക്കുമ്പോൾ ഇല്ലായ്മയൊന്നും അറിയിക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ. ഈ വർഷത്തോടു കൂടി അവൻ്റെ 10ാം തരം പരീക്ഷ കഴിയുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ജോലിയായി അവൻ്റെ പാടെങ്കിലും നോക്കാനായെങ്കിൽ മാഷ് എന്തിനാവും തന്നെ കാണണമെന്ന് പറയുന്നത്? ഇനി അവൾ സ്കൂളിൽ വല്ല കുരുത്തക്കേടും കാണിച്ചുവോ ആവോ? പക്ഷേ അങ്ങനെയാണെങ്കിൽ അവളുടെ സംസാരത്തിൽ അതിനുമാത്രമുള്ള ഒരു ബേജാറ് കാണുമായിരുന്നല്ലോ. രാവിലെ പുറപ്പെടുമ്പോൾ അവളോട് പറഞ്ഞു, ഈ പൊയ്ക്കോ, ഞാൻ മാധവേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഉച്ചക്കോ മറ്റോ വരാമെന്ന് പറയും. അവൾ പോയി. ഉച്ചയ്ക്ക് സ്കൂൾ വരാന്തയിൽ കയറുമ്പോൾ അവൾ ഓർത്തു, എവിടെയാവും മോളുടെ ക്ലാസ്? വരാന്തയിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടാവണം. ഇറങ്ങി വന്ന ടീച്ചർ ചോദിച്ചു, ആരെയാ നോക്കണേ? എൻ്റെ മോളുണ്ട് 7ാം ക്ലാസ്സിൽ, സഹീറ. ഓളെ ക്ലാസ് മാഷ് ഒന്ന് കാണേണ്ടിയിരുന്നു. ഏതു ക്ലാസ്സിലാണെന്നറിയോ? എയിലോ ബിയിലോ? പറയാനാവാതെ നിൽക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു, ദാ ആ കാണുന്ന ക്ലാസ്സിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ മാഷ് കാണിച്ചു തരും. മുറ്റം മുറിച്ച് കടന്ന് മറ്റൊരു ബിൽഡിങ്ങിന് നേരെ നടക്കുമ്പോൾ തന്നെ കണ്ടു, സഹീറ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അവൾ തന്നെയും കൂട്ടി ക്ലാസ്സിൻ്റെ വരാന്തയിലേക്ക് കടക്കുമ്പോൾ മാഷ് പുറത്തേക്ക് വന്നു. കുട്ടികൾ കൂട്ടത്തോടെ അരച്ചുമരിനു മുകളിലൂടെ തല നീട്ടിയപ്പോൾ മനസ്സിൽ ജാള്യം പെരുകി. വരാന്തയുടെ ഒരറ്റത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മാഷ് പറഞ്ഞു, വരാൻ പറഞ്ഞത് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എന്താണ് പടച്ചോനെ തന്നോട് ചോദിക്കാനുള്ള കാര്യം എന്നോർത്തിരിക്കെ മാഷ് പറഞ്ഞു, സ്കൂളിൽ കഞ്ഞി വെക്കുന്ന കാര്യം അറിയാലോ? മോളും ഇവിടെ നിന്ന് തന്നെയാണല്ലോ കഞ്ഞി കുടിക്കാറ്. ആ, അതാണ് പറയാനുള്ളത്. ഇവിടെ കഞ്ഞി വെച്ചിരുന്ന സ്ത്രീ ഇനി വരാൻ കഴിയൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ കിട്ടാത്തത് കൊണ്ട് 2 ദിവസമായി കഞ്ഞി മുടങ്ങിയിട്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ കഞ്ഞി വെക്കുന്ന കാര്യം ചെയ്താൽ തരക്കേടില്ല. അരിയും പയറും ഒക്കെയുണ്ടായിട്ട് കഞ്ഞി കൊടുക്കാതിരുന്ന പല കുട്ടികളും ഉച്ചക്ക് പട്ടിണിയാ. അത് കേൾക്കെ അവളുടെ മനസ്സലിഞ്ഞു. വിശപ്പ് വയറ്റിൽ ചുരമാന്താൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ഒരുത്തരം പറയാൻ കഴിയാതെ അവൾ കുഴഞ്ഞു. ഞാനും 2 മക്കളും മാധവൻ നായരുടെ പറമ്പിലെ വീട്ടിലാ താമസം. അവരെ വീട്ടിൽ ചില്ലറ പണിയെടുത്ത് കൊടുത്തിട്ടാ. ബാധ്യതകളെ ഇഴപിരിച്ച് തുടങ്ങുമ്പോഴേക്കും മാഷു പറഞ്ഞു, ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് വിളിച്ചന്വേഷിച്ചത്. ആരെയെങ്കിലും വിളിച്ചന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ. 11 മണിയാവുമ്പം എത്തിയാൽ മതി. അതുവരെ നിങ്ങൾക്ക്. ഏറെ നേരം ഓർത്തു നിന്ന ശേഷം അവൾ പറഞ്ഞു, എന്നെക്കൊണ്ട് കഴിയും പോലെ. മതി, 2 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഒക്കെ ശരിയാവും. കുട്ടികളുടെ കാര്യമല്ലേ. അതും പറഞ്ഞ് മാഷ് മുന്നിൽ നടന്നു. നേരെ ചെന്നത് ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്കായിരുന്നു. ഓഫീസ് റൂമിൽ കമഴ്ത്തി വച്ചിരിക്കുന്ന വലിയ ചെമ്പും അട്ടിയിട്ട അരിച്ചാക്കുകളും. ആ, ഇവരാണല്ലേ. ഒക്കെ മാഷ് പറഞ്ഞില്ലേ, ഒന്ന് ബുദ്ധിമുട്ടിയാലും നാളെ മുതൽ നിങ്ങൾ വരികയും. തിരിച്ചു നടക്കുമ്പോൾ ഓർക്കുകയായിരുന്നു, ചായക്കുടി കഴിഞ്ഞ് രാവിലെ ചോറ് പാത്രത്തിലാക്കി മജീദിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാധവേട്ടൻ്റെ വീട്ടിലേക്ക് പോവാറാണ് പതിവ്. സഹീറ വാതിൽ ചാരി നേരമാവുമ്പോൾ പോയിക്കോളും. മാധവേട്ടൻ്റെ വീട്ടിൽ എന്തെങ്കിലും അലക്കാനുണ്ടാവും. പാത്രങ്ങൾ തേച്ച് കഴുകി കൊടുക്കണം. പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലും. അതൊരിക്കലും മുടക്കാനാവില്ല. ജീവിച്ചു പോരുന്നത് തന്നെ അവരുടെ സഹായം കൊണ്ടാണല്ലോ. മാധവേട്ടനോട് പറയണം. സമ്മതിക്കുകയാണെങ്കിൽ രാവിലെ കുറച്ചുകൂടി നേരത്തെ തന്നെ അവരുടെ ജോലികൾ ചെയ്തു തീർക്കാം. രാവിലെ കുറെ കൂടി ബുദ്ധിമുട്ടേണ്ടി വരും.
എന്നാലും ദിവസങ്ങൾ കഴിയുമ്പോൾ എടുക്കാൻ കഴിയാതെ ഇട്ടേച്ചു പോരേണ്ടി വരുമോ എന്ന ഭയം അവളെ അലട്ടി. പക്ഷെ ഒന്നുമുണ്ടായില്ല. ആദ്യ ദിവസം തന്നെ സഹീറയോടൊപ്പം 2-3 കുട്ടികളെ മാഷ് വിട്ടു തന്നു. വിറകും ചകിരിയും വലിച്ചിട്ട് തരാനും ചെമ്പുപാത്രങ്ങൾ കൊണ്ടുവന്നു തരാനും അവർ സഹായിച്ചു. അരിയുടെയും പയറിൻ്റെയും അളവുകൾ പറഞ്ഞു തന്നു. പിന്നെ എല്ലാം ഒരു ക്രമത്തിൽ ഒതുക്കിയെടുക്കാൻ ഉദ്ദേശിച്ചത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എല്ലാവരും കുടിച്ചു കഴിഞ്ഞും ചിലപ്പോൾ കഞ്ഞി ബാക്കിയാവും. ബാക്കി വരുന്നത് വെള്ളം വാർത്ത് അവൾ തൂക്കുപാത്രത്തിലാക്കി അടച്ചു വയ്ക്കും. വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് ചൂടാക്കിയാൽ രാത്രിയിലേക്ക് അത് മതിയാവും. വിശപ്പ് വയറ്റിൽ കാളാൻ തുടങ്ങിയിരിക്കുന്നു. ഉച്ചവെയിലിന് തീഷ്ണതയേറുന്നു. തിരക്കിട്ട് നടക്കുമ്പോൾ ഓർത്തു, വല്ലതും കഴിച്ച് ഒന്ന് നടുനിവർത്തണം. അലക്കിയ തുണി അഴയിൽ നിവർത്തിയിട്ടു. കഴുകിയിട്ടും പോവാത്ത സോപ്പ്. വഴുക്കുന്ന കൈകൾ ഒന്നുകൂടി കഴുകി ഉടുത്ത മുണ്ടിൻ്റെ തലയ്ക്കൽ തുടച്ച് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ വിളമ്പി വെച്ച ഉപ്പുമാവും ചായയും നീട്ടി മീനാക്ഷിയമ്മ പറഞ്ഞു, നഫീസ, ഇത് കുടിച്ചോ. ചായ ആറി തണുത്തു എന്ന് തോന്നണു. ഇത് കഴിച്ചിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നോ? അലക്കുന്നതിനിടയിലും അവർ വിളിച്ചു പറഞ്ഞിരുന്നു. അടുക്കളയിൽ തന്നെ പലകയിട്ട് ഇരുന്നു. കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. വല്ലതും പറയുക താനുണ്ടാവുമ്പോഴാണല്ലോ എന്നോർത്ത് അവൾ കേട്ടിരുന്നു. പാത്രം കഴുകി വെച്ച് പുറപ്പെടാനൊരുങ്ങുമ്പോൾ അടച്ചു വെച്ച മറ്റൊരു പാത്രം നീട്ടി അവർ പറഞ്ഞു, കുട്ടികൾക്ക് കൊടുത്തേക്ക്. മിക്ക ദിവസങ്ങളിലും രാവിലെയോ വൈകുന്നേരമോ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വാഴയില ചീന്തിൽ അല്ലെങ്കിൽ പാത്രങ്ങളിൽ ബാക്കി വന്ന പലഹാരങ്ങൾ അവർ കുട്ടികൾക്കു വേണ്ടി കൊടുത്തുവിടും. മീനാക്ഷി അമ്മയുടെ 2 മക്കൾ ദൂരെ എവിടെയോ വലിയ ഉദ്യോഗം വഹിക്കുന്നവർ. തമ്മിൽ പോലും ഇംഗ്ലീഷ് പറയുന്ന കുട്ടികൾ. ഓണത്തിനോ വിഷുവിനോ വിരുന്നുകാരെപ്പോലെ വന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോഴെല്ലാം ഒച്ചയും ബഹളവും നിറഞ്ഞ വീട്. കുട്ടികളുമായി അവർ പടിയിറങ്ങുമ്പോൾ വീട് മാത്രമല്ല തൊടിയും നിർജീവമാകുന്നു. മക്കളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാറായ ഇങ്ങനെയൊക്കെയാ. വരും പോവും. ഇവിടെ തന്നെ നിൽക്കണം എന്ന് നമുക്ക് പറയാനാവുമോ? എന്നാലും വരുന്നുണ്ടല്ലോ അവർ, ആണ്ടർദിക്കെങ്കിലും. വയസ്സുകാലത്ത് അമ്മനെയും അച്ഛനെയും കൂലിക്ക് എവിടെങ്കിലും കൊണ്ടുപോയി പാർപ്പിച്ച് തറവാട് പൊളിച്ച് വിൽക്കാൻ നിൽക്കുമല്ലേ ഇപ്പോൾ പല മക്കളും. അവർക്ക് പരാതികളില്ല. മക്കളോടും പേരക്കുട്ടികളോടുമൊത്ത് കൊതി തീരുന്നതുവരെ കഴിയാനാവുന്നില്ല എന്ന് സങ്കടമേ ഉണ്ടാവാറുള്ളൂ. പാത്രം മോളെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയച്ചോട്. പാത്രം അങ്ങോട്ട് എത്തിക്കുക എന്നതല്ല, വിളക്കുവെക്കാനാവുന്നത് വരെ മീനാക്ഷി അമ്മയ്ക്ക് വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കാൻ സഹീറയെ അങ്ങോട്ട് അയക്കുക എന്നതാണ് ആവശ്യമെന്ന് നഫീസുവിനറിയാം. പേരക്കുട്ടികളെ അടുത്തിരുത്തി സ്നേഹം പങ്കിട്ടു നൽകാൻ കഴിയാത്ത ദുഃഖം മകളെ വിളിച്ചിരുത്തി പഴങ്കഥകളും നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് അവർ ആശ്വാസം കൊള്ളുന്നു. വീട്ടിലെത്തുമ്പോൾ മകൾ സ്കൂൾ വിട്ടെത്തി കാത്തിരിക്കുകയായിരുന്നു. എന്താ ഉമ്മ? പാത്രത്തിൽ തനിക്കെന്തെങ്കിലും ആവുമെന്ന് പറയാതെ തന്നെ അവൾക്കറിയാം. അടപ്പ് തുറന്ന് മകൾ വാരി തിന്നുന്നതും നോക്കി അവൾ ഇരുന്നു. മുഴുവൻ തിന്നു കളയല്ലേ, മജീദിനും കുറച്ച് വെച്ചേക്ക്. അവൻ ഓടിക്കിതച്ച് ഇപ്പം വരും. പാത്രവും കൊണ്ട് അവൾ പറമ്പ് മുറിച്ച് കടന്ന് ധൃതി വെക്കുമ്പോൾ ഓർത്തു, ഇനിയും 4-5 വർഷങ്ങൾ കൂടി. അതു കഴിഞ്ഞാൽ. ഈ പ്രായത്തിലായിരുന്നു ഉമ്മ തൻ്റെ കൈയും പിടിച്ച് ഇറങ്ങി തിരിച്ചത്. അതോ ഇതിലും ചെറുപ്പത്തിലോ? അനുഭവത്തിൻ്റെ അറിവുകൾക്കും മങ്ങലേറ്റു തുടങ്ങിയിരിക്കുന്നു. ഉമ്മ പറഞ്ഞു തരുമ്പോൾ മാത്രം ഓർമ്മയിൽ തെളിഞ്ഞു വന്നിരുന്ന ചിത്രങ്ങൾ. ബാപ്പ മരിച്ചത് മാത്രം നന്നായി അറിയാം. ഒരു പുലർച്ചയിലായിരുന്നു. നേർത്ത നിലവിളിയുടെ ശബ്ദത്തിൽ അവളുടെ ബോധം ഉണരുകയായിരുന്നു. രാത്രിയിൽ ഏറെ നേരം ഉറക്കം വരാതെ കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഉയർന്നു താഴുന്ന നെഞ്ചും വലിച്ചെടുക്കുമ്പോൾ കുറുകുന്ന ശബ്ദവും പെരുകുകയായിരുന്നു. കൈത്തണ്ട് പിടിച്ച് പാതിയടഞ്ഞ കണ്ണുകളോടെ ദൂരെ എങ്ങോ നോക്കി മനസ്സിൽ എന്തോ കണക്ക് കൂട്ടുന്ന, കാതിൽ കടുക്കനിട്ട വൈദ്യരുടെ ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. ബാപ്പയുടെ വണ്ടിക്കാളകൾ തൊഴുത്തിൽ ദിവസങ്ങളോളം അലമുറയിട്ടിരുന്നു. പിന്നെ ആരോ അഴിച്ചു കൊണ്ടുപോയ ഓർമ്മയുണ്ട്. കാളവണ്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ തികട്ടി വരിക ഉമ്മയോടൊപ്പം ചെമ്മൺ പാതയിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോയ ഓർമ്മയാണ്. എത്ര ദൂരം നടന്നുവെന്നറിയില്ല. ആളും ബഹളവും കുറഞ്ഞ ദുരൂഹ വളവുകൾ നിറഞ്ഞതുമായ റോഡ്. 2-3 പീടികകളുള്ള ഒരങ്ങാടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതേപോലെ ഒരങ്ങാടി കാണാൻ ഏറെ നടക്കേണ്ടിയിരുന്നു. സന്ധ്യ മയങ്ങാൻ തുടങ്ങുമ്പോഴാണ് കടന്നുപോയ കുതിരവണ്ടി അല്പം കൂടി മുന്നോട്ട് നീങ്ങി നിർത്തിയത്. ചാടിയിറങ്ങിയ കുതിരക്കാരൻ തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടപ്പോൾ ഉമ്മ അന്തിച്ചു നിന്നു. മരിച്ച കുഞ്ഞറമ്മൂൻ്റെ പെണ്ണുങ്ങളല്ലേ? ഉമ്മ തലയാട്ടി. ഇന്നെ മനസ്സിലായോ? അല്പനേരം ഓർമ്മയിൽ ചികഞ്ഞ് ഉമ്മ പറഞ്ഞു. ഇവളെ ബാപ്പൻ്റെ കൂടെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഈ നേരത്ത് കുട്ടിനെയും ആയിട്ട്. ഉമ്മ പറയാൻ മടിച്ചു നിന്നു. ഒരു കാര്യം ചെയ്തോ, കുട്ടിനെയും കൂട്ടി ഈ പീടികത്തിന്നേൽ നിൽക്ക്. ഞാൻ ഇവരെ കൊണ്ടുപോയി വിട്ടിട്ട് ഇപ്പം തിരിച്ചു വരും. വണ്ടി കയറിപ്പോരാ.
അല്ലാതിപ്പം ഒറ്റക്ക് നടന്ന എപ്പോഴാ ഈയും കുട്ടിയും വീടെത്താ? പീടികത്തിണ്ണയിൽ കയറി നിന്നു. ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം കാതോർത്ത്. പിന്നിൽ തൂങ്ങിക്കിടക്കുന്ന ചവിട്ടുപടിയിലൂടെ കയറുമ്പോൾ വണ്ടി ഒന്നാകെ കുലുങ്ങി. ചാട്ടയെടുത്ത് വെറുതെ വീശി എന്തോ പറഞ്ഞു. കുതിരവണ്ടി നീങ്ങി. ആകെ ഇളകിയാടുമ്പോൾ പേടി തോന്നി. ഇതിനു മുമ്പ് കുതിരവണ്ടിയിൽ കയറിയിരുന്നില്ല. ഉമ്മയോട് ചേർന്ന് ഇരുന്നു. ഇപ്പം മരിച്ചിട്ട് എത്രയായി? 5 മാസം കഴിഞ്ഞ്. ഓൻ തടി മറന്ന് അധ്വാനിച്ചു. വണ്ടി വലിക്കുന്നത് കാളകളാണെങ്കിലും സാധനങ്ങൾ പുറത്തേറ്റി കൊണ്ടുപോയി ഇട്ട് കൊടുക്കണ്ടേ? അതിനനുസരിച്ച് തടിയും ആരോഗ്യമില്ലാത്തവർക്ക് ഒന്നും അപ്പണി പറ്റൂല. പറഞ്ഞിട്ടെന്താ, നാള് പൊറുതി കഴിയണ്ടേ ഞമ്മക്ക്? ഓരോരോ വിധിന്ന് കൂട്ടിയാൽ മതി. കേട്ടിരിക്കുമ്പോൾ ഉമ്മ കണ്ണു തുടച്ചിരുന്നു. കുതിരയുടെ കുളമ്പടിയൊച്ച, മണികൾ കിലുങ്ങുന്ന ശബ്ദം ക്രമേണ നേർത്തു. പിന്നെ വണ്ടിയുടെ താളത്തിൽ എപ്പോഴോ ഉറക്കം കൺപോളകളിൽ തഴുകിയിരിക്കണം. തന്നെയും കൂട്ടി ഇറങ്ങിപ്പോരാനുള്ള കാരണങ്ങൾ പലപ്പോഴായി പറഞ്ഞു വെക്കുന്ന ഉമ്മയുടെ വാക്കുകളിൽ നിന്ന് അവൾ വായിച്ചെടുക്കുകയായിരുന്നു. ഉപ്പയുടെ മരണത്തോടെ വീട്ടിൽ ഒരധികപ്പറ്റായി നിൽക്കാൻ ഉമ്മയ്ക്കിഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു കണ്ണി അറ്റുപോകാതിരിക്കാൻ താല്പര്യമില്ലാത്ത കുടുംബം. വളർന്നു വരുന്ന ഒരു പെൺകുട്ടി വർഷങ്ങൾക്കു ശേഷമാണെങ്കിലും ഭാരമാവുമെന്ന ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്ന കുത്തുവാക്കുകളാൽ മനം നൊന്ത് അവസാനം വണ്ടി നിന്നു. കുതിരക്കാരനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇരുട്ടിൻ്റെ തിരശീല ഊർന്നു വീണ് കഴിഞ്ഞിരുന്നു. അപ്പോഴും അവളുടെ മനസ്സിൽ അകന്നു പോവുന്ന കുളമ്പടിയുടെ ശബ്ദമായിരുന്നു. സഹീറയെ 8ാം ക്ലാസ്സിൽ ചേർത്തു. 7ാം തരത്തിൽ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ടീച്ചർമാർ പറഞ്ഞിരുന്നു, ഇനി പഠിച്ചത് മതിയെന്ന് പറഞ്ഞ് മോളെ വീട്ടിലിരുത്താൻ നിൽക്കണ്ട, 10 വരെയെങ്കിലും പോയിക്കോട്ടെ. മോൻ ഈ വർഷം ഹൈസ്കൂളിൽ നിന്ന് പോരുകയല്ലേ, പകരം മോൾ ഇക്കൊല്ലം അവിടെ പോകട്ടെ. എന്താണ് വെറുതെ വീട്ടിൽ നിർത്തിയിട്ടെന്ന് നഫീസുവിനും തോന്നായികയല്ല. താൻ വീട്ടിലില്ലാത്തപ്പോഴൊക്കെ അവൾക്ക് ഒറ്റയ്ക്കിരിക്കാനാവില്ലല്ലോ. സ്കൂളിൽ കഞ്ഞി വെക്കാൻ പോകുമ്പോഴായാലും മാധവേട്ടൻ്റെ വീട്ടിലേക്കായാലും ഇപ്പോൾ വാതിലടച്ച് പോവാൻ കഴിയുന്നത് അവർ രണ്ടുപേരും വീട്ടിലില്ലാത്തത് കൊണ്ടാണല്ലോ. ജയിക്കാണെങ്കിൽ ഓളെ കൊണ്ടുപോയി ചേർത്തണം ടീച്ചറെ. ജയിക്കാതിരിക്കാനെന്താ, അവൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണല്ലോ. സ്കൂൾ തുറക്കാൻ ഇനിയും ഒരാഴ്ച ബാക്കിയുണ്ട്. മജീദ് എഴുതിത്തന്ന ഫോറം ഹെഡ്മാസ്റ്ററുടെ മുമ്പിൽ കൊടുത്ത് ഫീസും അടച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോൾക്ക് യൂണിഫോം വാങ്ങിക്കൊടുക്കണം. പിന്നെ മജീദിനെ ചൂണ്ടി മാഷ് കൂട്ടിച്ചേർത്തു, ആ അതൊക്കെ ഞാൻ പറയണ്ടല്ലോ, ഇവനറിയാവുന്നതല്ലേ. വൈകുന്നേരം മജീദിൻ്റെ കയ്യിൽ കാശ് കൊടുത്തിട്ട് അവൾ പറഞ്ഞു, നന്ന മുന്തിയതൊന്നും വാങ്ങിക്കണ്ട, ഈ കായ്യോണ്ട് അടിക്കൂലിയും കൂടി തീരണം, നോക്കി വാങ്ങിക്കോ. സ്കൂളില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 2 മാസമായി അവിടെ നിന്നും കിട്ടുന്നത് നിലച്ചു. മോളെ ഹൈസ്കൂളിൽ ചേർക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മീനാക്ഷി അമ്മയാണ് പറഞ്ഞത്, ഫീസും ഒക്കെയായി കുറച്ച് പൈസേൻ്റെ ചിലവുണ്ടാവും, ഇത് വെച്ചോ. 100ൻ്റെ ഒരൊറ്റ നോട്ട്. വേണ്ട എന്ന് പറയാനൊരുങ്ങുമ്പോഴേക്കും അവർ പറഞ്ഞു, അടുത്ത മാസം ഈ ഇങ്ങോട്ട് തന്നാളാ, ഇപ്പോൾ ആവശ്യം നടക്കട്ടെ. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. മജീദ് ഇനിയും വന്നില്ല. ഇശാനമസ്കാരം കഴിഞ്ഞ അവൾ പുല്ലുപായ കോലായിലിട്ട് ഇരുന്നു. പുറത്ത് പരന്നു കിടക്കുന്ന നിലാവ്, നിലാവിൽ മുറ്റത്ത് ചിതറിക്കിടക്കുന്ന നിഴലുകൾ, രാത്രിയിൽ പോലും വിങ്ങുന്ന ഉഷ്ണം, വല്ലപ്പോഴും വരുന്ന കാറ്റിലും പകലിലെ ഉഷ്ണത്തിൻ്റെ ബാക്കി. ഉമ്മ, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ചോറ് വിളമ്പിത്തരി. ഓനും കൂടി വരട്ടടി. അവൾ പായയിൽ കൂടെ ഇരുന്നു. മാധവേട്ടൻ്റെ കോലായിലെ റാന്തൽ വെളിച്ചം ഇവിടെ ഇരുന്നാൽ കാണാം. മൂപ്പര് ഇനിയും വന്നു കാണില്ല. വരുന്നത് വരെ റാന്തൽ കോലായിൽ തൂങ്ങിക്കിടക്കും. ഇക്കാക്ക ചിലപ്പം ആ കാശ് കൊണ്ട് ഓനുക്ക് പേൻറ്റിൻ്റെ തുണി വാങ്ങിയിട്ടുണ്ടാവും. സഹീറ കുസൃതിയിൽ പൊതിഞ്ഞ അഭിപ്രായം ഉമ്മയുടെ മുമ്പിൽ കുടഞ്ഞിട്ടു. അവൻ പറഞ്ഞിരുന്നത് നേരാണ്. ഇതുകൊണ്ട് എനിക്കൊരു പാൻറ്റിൻ്റെ ശീല വാങ്ങിക്കും. ഓൾക്ക് യൂണിഫോമൊക്കെ സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും മതിയല്ലോ. അത് പക്ഷേ തൻ്റെ ഇംഗിതം അറിയാനാണെന്ന് അവൾക്കറിയാം. അതൊക്കെ ഓന് നമ്മളെ പൊട്ടീസാക്കാൻ പറയുന്നതാ. പരീക്ഷയിൽ ജയിച്ചാൽ ഓൻ ഒരു കരക്കെത്തും. അപ്പം എൻ്റെ ആവശ്യങ്ങളും ഓനോട് പറയാലോ. അത് പറയുമ്പോൾ നഫീസ് ഓർക്കുകയായിരുന്നു. തല മുട്ടാതിരിക്കാൻ കുനിഞ്ഞു കിടക്കുന്ന ഒരു വീടിൻ്റെ ഇടനാഴികകളിൽ തളച്ചിടപ്പെട്ട തൻ്റെ ചെറുപ്പം. ആകെ കൂടി കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നത് അമ്മാവൻ. വന്നു കയറിയത് ഒരു പിണക്കത്തിൻ്റെ പിരിമുറുക്കത്തിലാണെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഇടപെടലിൽ അഴിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു തിരിച്ചുപോക്കിന് മാർഗമേതുമില്ല. ആകെയുണ്ടായിരുന്ന അത്താണിയും. ആവലാതികളില്ല, പരിഭവങ്ങളില്ല. പക്ഷേ 2 വയറിനും കൂടി അന്നം ഒരുക്കണമല്ലോ എന്ന തത്രപ്പാടിൽ
വേവുന്ന അമ്മാവൻ. ഒരു ദിവസം കയറി വരുമ്പോൾ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു, ഒരു ലോറി ഡ്രൈവർ. ഇക്കാക്ക പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന പലഹാരങ്ങളുടെ പൊതി അകത്തേക്ക് നീട്ടി. വേഗം ചായ ഉണ്ടാക്ക്, വണ്ടി അപ്പുറത്ത് നിരത്തിന്മേൽ നിർത്തി വന്നതാ. പലഹാരങ്ങൾ ബാക്കിയിരിക്കുന്ന പാത്രങ്ങളിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. മറ്റൊന്നും പെട്ടെന്ന് ചിന്തിച്ചെടുക്കാൻ അന്ന് തനിക്കാവുമായിരുന്നില്ലല്ലോ. രാത്രിയിൽ പതിവില്ലാത്ത സംസാരങ്ങളിൽ സമയം നീളുകയായിരുന്നു. എപ്പോഴോ കൂടെ വന്ന് കിടന്ന ഉമ്മ കരയുകയായിരുന്നു. ഉറങ്ങിയിട്ടില്ലെന്നും ഉമ്മ എന്തിനാണ് കരയുന്നതെന്നും ചോദിക്കാനായില്ല. ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നുവല്ലോ. പിന്നെ ക്രമേണ അവൾ മനസ്സിലാക്കുകയായിരുന്നു, ഉമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നു. മോളെ, ഉമ്മ പോയാലും മോളടുത്ത് എപ്പോഴും ഉമ്മയുടെ മനസ്സുണ്ടാവും. ഇക്കാക്ക പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അശാന്തമായ പാതിമയക്കവുമായി പേടിച്ച് കിടക്കുമ്പോൾ ഉമ്മ പറയുകയായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് അയാൾ വീണ്ടും വന്നു. ചോറ് തിന്ന് പുറപ്പെടുമ്പോൾ അയാളുടെ പിന്നിൽ ഉമ്മയും പോയി. നോക്കി നിൽക്കാൻ അയൽപ്പക്കത്തു നിന്ന് ആരൊക്കെയോ മുറ്റത്തുണ്ടായിരുന്നു. എല്ലാവരും ഉമ്മയെക്കാളേറെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് തോന്നി. കരച്ചിലിൻ്റെ വക്കോളം എത്തിയ വിതുമ്പൽ അടക്കി വെക്കുകയായിരുന്നു. ഉമ്മ കരഞ്ഞില്ല. ഉമ്മയുടെ മനസ്സപ്പോൾ മരവിച്ചു പോയിരുന്നിരിക്കണം. പിന്നെ 2 or 3 തവണ വന്ന ഓർമ്മയുണ്ട്. വരുമ്പോഴെല്ലാം മുടിയിഴകളിൽ തഴുകി ആകെ അണച്ചു പിടിച്ച് ഉമ്മ ചോദിക്കുമ്പോഴെല്ലാം അവൾക്കറിയാമായിരുന്നു, തന്നെ ഇവിടെ വിട്ടിട്ട് പോവാൻ ഉമ്മക്ക് തീരെ മനസ്സുണ്ടായിട്ടില്ല. പിന്നീട് ചരക്കു കയറ്റി പോകുന്ന ലോറി റോഡിൻ്റെ ഓരത്ത് നിർത്തിയിട്ട് വന്നു പോകുന്ന ലോറിക്കാരൻ്റെ ധൃതി വെച്ച വർത്തമാനങ്ങളിൽ നിന്ന് മാത്രമാണ് ഉമ്മയുടെ വിവരങ്ങൾ അറിഞ്ഞത്. ക്രമേണ അതും നിലച്ചു. ഇപ്പോൾ തൻ്റെ മക്കൾക്ക് പക്ഷേ ഉമ്മയെങ്കിലുമുണ്ടല്ലോ. മറ്റു പലരുമായി തട്ടിച്ചു നോക്കുമ്പോഴാണല്ലോ അവർക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ മാറ്ററിയാനാവുക. പക്ഷേ ഒന്നും പറഞ്ഞില്ല. മകൻ പൊതിയുമായി വന്നു കയറിയപ്പോഴേക്കും സഹീറ ഉറക്കത്തിലേക്ക് വഴുതി വീണു കഴിഞ്ഞിരുന്നു. ദിവസങ്ങളായി വാശി തീർക്കാനെന്നോണം പെയ്തിറങ്ങിയ മഴ പതുക്കെ അമർന്ന് വെയിലിൻ്റെ നാളങ്ങൾ കാണാൻ തുടങ്ങി. പറമ്പിൽ പണിയെടുക്കുന്നവർ തുറന്നിട്ട തെങ്ങിൻ തടങ്ങളിൽ വെട്ടിയിറക്കിയ പച്ചിലകൾ വാരിയിടുമ്പോൾ അവൾ ഓർത്തു, ഉച്ചപ്പണി കഴിഞ്ഞ് കയറാൻ സമയമായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് ചോറ് വിളമ്പിക്കൊടുക്കാൻ കഴിയണം. ഊറ്റാനായില്ലേ? മീനാക്ഷിയമ്മ ചോദിച്ചു. അവൾ അടപ്പ് തുറന്ന് ഒരു കൈൽ കോരിയെടുത്തു നീട്ടി. വറ്റുകളിൽ നിന്ന് ഒരെണ്ണം ഞെക്കി ഉറപ്പുവരുത്തി. പിന്നെ പാകത്തിൽ പാത്രം വെച്ച് അവരെ ഊറ്റിയെടുക്കാൻ ഏൽപ്പിച്ച് അവൾ പാത്രങ്ങൾ കഴുകാനിരുന്നു. ഇന്നത്തോടെ പറമ്പിലെ പണി കഴിയും. പറമ്പിലോ പാടത്തോ പണിക്കാരുള്ളപ്പോഴെല്ലാം അവർക്കു ഭക്ഷണം തയ്യാറാക്കുന്നത് നഫീസു. നിർദ്ദേശങ്ങളുമായി മീനാക്ഷിയമ്മ കൂടെയുണ്ടാവും. അവിടെ ഉച്ചയ്ക്ക് വെക്കണ്ട, കുട്ടികൾ ഇവിടെ വന്ന് കഴിച്ചോട്ടെ. സ്കൂൾ തുറന്ന് ഒരാഴ്ചയേ ആയുള്ളൂ. ഇപ്പോൾ ഉച്ചയ്ക്ക് മജീദ് മാത്രമേ ഉണ്ടാവൂ. സഹിറ രാവിലെ ചോറ് പാത്രത്തിലാക്കി സ്കൂളിൽ പോയാൽ വൈകിട്ടേ വരൂ. അവൾക്ക് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വരാനാവില്ല. ഇനിയും ഒരാഴ്ച കഴിഞ്ഞാലേ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാനാവൂ. കണക്കുകളൊക്കെ ശരിയാക്കട്ടെ. അരിയെടുത്താൽ ആരെങ്കിലും വന്ന് വിവരം പറയണ്ട്. തുറക്കുന്ന ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ മാഷ് പറഞ്ഞിരുന്നു, കഞ്ഞിപ്പുര സിമൻ്റിട്ട് നന്നാക്കിയിരിക്കുന്നു. മുകളിൽ ഓട് മേഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത വിറക് വെക്കാൻ മാത്രം മറ്റൊരു അരച്ചുമർ കെട്ടിയ ഇടം. എല്ലാം സ്കൂൾ പൂട്ടിന് ചെയ്തു വെച്ചതാണ്. അടയ്ക്കുമ്പോൾ മാഷ് പറഞ്ഞിരുന്നു, അവധിക്ക് എല്ലാ പണിയും തീർക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. കഴുകിയ പാത്രങ്ങൾ അട്ടിയാക്കി. മീനാക്ഷിയമ്മ പാത്രങ്ങളിൽ ചോറ് വിളമ്പി വെച്ചു. പണിക്കാർ കിണറ്റിൻ കരയിൽ നിന്ന് കൈ കഴുകുമ്പോൾ അവൾ തിണ്ണയിൽ തടുക്കിട്ട് വിളമ്പിയ പാത്രങ്ങൾ നിരത്തി. മാധവേട്ടൻ പണിക്കാരെ ചോറിന് വിളിച്ചു. അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ മജീദ് വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു. അവൻ 2 ദിവസവും ഉച്ചയ്ക്ക് കഴിച്ചിരുന്നത് ഇവിടെ നിന്ന് തന്നെ. എന്നാലും വിളിച്ചാലേ വരൂ. ഒരു തിന്നു കഴിയുമ്പോഴേക്ക് ഞാനൊന്ന് പെരയിൽ കിടന്നു വരട്ടെ. ചെക്കൻ വന്നിക്കണ്. മജീദിൻ്റെ സ്കൂളിൽ പോക്ക് കഴിഞ്ഞതോടുകൂടി അവൻ രാവിലെ ചായക്കുടി കഴിഞ്ഞ് പുറത്തേക്ക് പോകും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക്, വീണ്ടും തിരിച്ച് അങ്ങാടിയിലേക്ക്. ഒന്നും ചെയ്യാനില്ലാതെ അവൻ വെറുതെ നടക്കുമ്പോൾ നഫീസുവിൻ്റെ മനസ്സിൽ ആദി പെരുകി. എവിടെയെങ്കിലും വല്ല തൊഴിലും പഠിക്കാനായിരുന്നെങ്കിൽ. ഒരിക്കൽ മാധവൻ നായരോട് പറയുകയും ചെയ്തു, നോക്കട്ടെ അവനെ എവിടെയെങ്കിലും പിടിച്ചാക്കാൻ പറ്റുമോ എന്ന്. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ തന്നെ പറഞ്ഞു, ഉമ്മ, നാളെ മുതൽ ഞാൻ വർക്ക് ഷോപ്പിൽ പോവുക. എൻ്റെ ഒരു ചങ്ങാതി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കാറും ജീപ്പുമൊക്കെ നന്നാക്കുന്നത് പഠിക്കാനാ. അവൾക്ക് ആശ്വാസമായി. വെറുതെ നടക്കുന്നതിലും നല്ലതാണല്ലോ. വിവരമറിഞ്ഞപ്പോൾ മാധവൻ നായർ പറഞ്ഞു, നല്ലതാ, ഒരു തൊഴിൽ പഠിച്ചു വയ്ക്കുന്നത് പിന്നേക്കെങ്കിലും ഉപകാരമാവും. എവിടെങ്കിലും പോയി നിന്നാൽ അനക്കൊരു താങ്ങാവൂലോ. ആൺകുട്ടികൾ പക്ഷേ കുറച്ച് കഴിഞ്ഞാലെങ്കിലും അവരുടെ പാട് നോക്കാനാവും. അതുപോലെയല്ലല്ലോ വളർന്നു വരുന്ന മകള്. ഇനി കൂടിയാൽ 3 or 4 വർഷം, അത് കഴിഞ്ഞാൽ പറ്റിയ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ
ഇന്നത്തെ കാലത്ത് എന്തൊക്കെ ഒരുക്കണം പണ്ടവും പണവുമായി? തനിക്ക് ആരാണുള്ളത്? എല്ലാം സമയമാവുമ്പോൾ ഒത്തുവരുമെന്ന ചിന്ത ഒരു പൊലിയായി അവളുടെ മനസ്സിൽ നിറഞ്ഞു. എല്ലാം ഒരുക്കി വെച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ലല്ലോ. പടച്ചവൻ ഒരു വഴി കാണാതിരിക്കില്ല. അധ്വാനിച്ചിട്ടാണെങ്കിലും മക്കളെ ഇത്രയും വളർത്താനായത് തന്നെ വലിയ കാര്യമല്ലേ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഓരോരുത്തർ എത്ര പാടുപെടുന്നു. ഓർക്കുന്തോറും അവളുടെ മനസ്സ് താൻ വലിയ ഭാഗ്യവതിയാണെന്ന തോന്നലിലേക്ക് നിറഞ്ഞു. എന്നിട്ടും തൻ്റെ വിധി അവൾക്കുണ്ടാവാതിരിക്കാൻ മനസ്സ് വെക്കേണ്ടത് ഉമ്മ എന്ന നിലയിൽ തൻ്റെ കടമയാണല്ലോ എന്നോർക്കുമ്പോൾ മനസ്സ് ഓർമ്മയുടെ ഒരു തടാകമായി പരക്കാൻ തുടങ്ങുന്നു. വിവാഹം കഴിക്കുന്നതിനേക്കാളേറെ കിട്ടുന്ന പണം കൊണ്ട് പെങ്ങളെ കെട്ടിച്ചയക്കുക എന്ന ആവശ്യമായിരുന്നു തന്നെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഉന്നം വെച്ചിരുന്നതെന്ന് വൈകിയാണ് അവൾ മനസ്സിലാക്കിയത്. പെങ്ങളെ ഇറക്കാൻ കഴിഞ്ഞതോടെ ഭാരമൊഴിഞ്ഞുവെന്ന് കരുതിയ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി തന്നെയും കൂട്ടി പടിയിറങ്ങുകയായിരുന്നു. ചെറേങ്കൊലത്തങ്ങാടി. അധികം ആളും ബഹളവുമില്ല. വൈകുന്നേരങ്ങളിൽ പണി കഴിഞ്ഞെത്തുന്ന കൂലിക്കാർക്കും ദൂരെയുള്ള അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ മിനക്കെടാത്ത സാധാരണക്കാർക്കും വേണ്ടി മാത്രം 1-2 പെട്ടിപ്പീടികകൾ. പലചരക്കും സ്റ്റേഷനറിയും എല്ലാം അതിലൊതുങ്ങുന്നു. രാവിലെയും വൈകുന്നേരവും മാത്രം ആളുകൾ സജീവമാവുന്ന അങ്ങാടിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിയുന്ന ചെമ്മൺ പാതയോരത്തെ ചെറിയ വാടക വീട്. ഇറക്കിക്കെട്ടിയ ചെരുവ്. അങ്ങാടിയിൽ ഒരു ചായമക്കാനിയേ ഉള്ളൂ. മുന്നിൽ 2 ബെഞ്ച് നിരത്തി പെട്ടിക്കട പോലെ ഒരെണ്ണം. ചായയും ഭരണിയിൽ നേരത്തെ വാങ്ങി നിറച്ചു വെച്ച പലഹാരങ്ങളും മാത്രം. ചായപ്പീടികയിൽ കൂലിപ്പണിയെടുത്തു മടുത്തു. ഞമ്മക്കൊരു കാര്യം ചെയ്താലോ? ഇവിടെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയാൽ നന്നാവൂ എന്നാ തോന്നണ്. രാവിലത്തെയും വൈകുന്നേരത്തെയും കച്ചവടം കിട്ടിയാൽ മതി. ആരാൻ്റെ ആട്ടും തുപ്പും കേൾക്കണ്ടല്ലോ. ഇനി നടക്കൂലെന്ന് തോന്നുമ്പം വേണ്ടാന്ന് വെക്കണം. പിന്നെ ദിവസങ്ങളോളം അതിനെപ്പറ്റിയുള്ള ആലോചനയായിരുന്നു. അങ്ങാടിയിൽ പരിചയപ്പെട്ടവരോടൊക്കെ പറഞ്ഞു നടക്കും. നല്ല സാധനം കൊടുക്കാൻ കഴിഞ്ഞാൽ തിന്നാൻ ആളുണ്ടാവും. ഇപ്പം ആ ചെക്കൻ്റെ പീടിയെന്ന് കിട്ടണതല്ലേ. കുറച്ച് കാശ് സംഘടിപ്പിക്കണം. ബെഞ്ച്, മേശ, അത്യാവശ്യം സാധനങ്ങൾ. ആഭരണങ്ങൾ തട്ടാൻ്റെ ഉലയിൽ ഉരുകുമ്പോൾ സങ്കടം തോന്നിയില്ല. അല്ലലില്ലാതെ ജീവിക്കാനാവുക, അതു മതിയല്ലോ. കച്ചവടം മെച്ചപ്പെട്ട് കിട്ടിയാൽ മറ്റാർക്കുമല്ലല്ലോ. താമസമാക്കിയതിൻ്റെ പിറ്റേ ആഴ്ച ചരിവ് പൊളിച്ചു മാറ്റി വീതിയും നീളവും കൂട്ടി പന്തൽ പോലെ ഉയർത്തി ചെരിച്ചു കെട്ടി. ചുറ്റും ഓലമറ. മറക്കുള്ളിലിരുന്ന് ആശാരിമാർ പലകകൾ ചെത്തി മിനുക്കി.